നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിപ്പൂരിൽ നിന്ന് ആദ്യ ഹജ്ജ് വിമാനം നാളെ രാവിലെ 9-ന് പറന്നുയരും. വൈകുന്നേരം 3 മണിക്ക് ജിദ്ദയിലെത്തും. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ എത്തിയത് 55,000 ഹാജിമാർ. ഒമാനിൽ സ്വദേശികൾക്ക് പാർട്ട് ടൈം ജോലികൾക്ക് അനുമതി, പ്രവാസികൾക്ക് തിരിച്ചടി. സമസ്ത ലീഗ് കരാറിനെതിരെ സുന്നി AP വിഭാഗം. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗവുമായി ഉണ്ടാക്കിയ കരാറിന്റെ യാഥാർത്ഥ്യം, അതിന്മേലുള്ള നിലപാടും ലീഗ് വ്യക്തമാക്കണമെന്ന് AP വിഭാഗം. വിവാഹപ്രായം സംബന്ധിച്ച ചില സംഘടനകളുടെ നിലപാട് സമുദായത്തിന്റെ പൊതു അഭിപ്രായമല്ലെന്നും AP വിഭാഗം. പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 39ആയി. റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളും കുലുങ്ങി. UAE, ഒമാൻ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലും ഭൂചലനം. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക്. പിടിയിലായ ഫയാസ് അബ്ദുൽ ഖാദറിന് മുഖ്യമന്ത്രിയുടെ മുൻ PAയുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ബന്ധം. ആരോപണ വിധേയരായ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ CBI അന്വേഷണം തുടങ്ങി. ഒമാനിൽ സ്വദേശികളെ പാർട്ട് ടൈം ജോലിക്ക് നിയമിക്കാൻ തൊഴിൽ മന്ത്രാലയം അനുമതി നൽകി. കർശന ഉപാധികളോടെയാണ് അനുമതി. ഇത് ചെറുകിട തൊഴിൽ മേഖലയിൽ പ്രവാസികളുടെ സാധ്യതയ്ക്ക് തിരിച്ചടിയാകും. ഒമാനിൽ സ്വദേശികൾക്ക് മാത്രമായിരിക്കും പാർട്ട് ടൈം ജോലിക്ക് അനുമതി ഉണ്ടാവുക. പകൽ സമയത്ത് 4 മണിക്കൂർ മാത്രമേ പാർട്ട് ടൈം ജീവനക്കാരെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പാടുള്ളൂ. മണിക്കൂറിന് 3 റിയാലിൽ കൂടുതൽ വേതനം നൽകാൻ പാടില്ല. 16 വയസ്സ് പിന്നിട്ട തൊഴിലന്വേഷകരെ മാത്രമേ പാർട്ട് ടൈം ജോലിക്ക് നിയോഗിക്കാൻ പാടുള്ളൂ എന്നീ നിബന്ധനകളാണ് തൊഴിൽ മന്ത്രാലയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പെട്രോൾ സ്റ്റേഷൻ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, മണി എക്സ്ചേഞ്ച്, ഓട്ടോമൊബൈൽ ഏജൻസി, ട്രാവൽ ഏജൻസി, ചൈൽഡ് കെയർ സെൻറ്റർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ സെൻ്ററുകൾ തുടങ്ങിയ മേഖലകളിലാണ് പാർട്ട് ടൈം ജീവനക്കാരെ നിയമിക്കാനാവുക. നിലവിൽ പ്രവാസികളേറെ ജോലി ചെയ്യുന്ന മേഖലകളാണിവ. ഓരോ മേഖലയ്ക്കും നിലവിൽ നിശ്ചയിച്ച സ്വദേശിവൽക്കരണ തോതിൻ്റെ 10% കൂടുതൽ പാർട്ട് ടൈം ജീവനക്കാരെ നിയമിക്കരുതെന്നും നിയമമുണ്ട്. തൊഴിൽ സമയം, വേതനം എന്നിവ വ്യക്തമാക്കുന്ന തൊഴിൽ കരാർ മന്ത്രാലയത്തിന് കീഴിൽ ഒപ്പിടണം. പാർട്ട് ടൈം ജോലിക്കുള്ള അനുമതി സ്വദേശികൾക്ക് ഏറെ അനുഗ്രഹമാകും. എന്നാൽ തൊഴിൽദാതാക്കൾക്ക് ഇത് ഗുണകരമാവുമോ എന്ന ചർച്ച സജീവമാണ്. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. സൗദി അറേബ്യയ്ക്ക് പിന്നാലെ ഒമാനും സ്വദേശിവൽക്കരണ പാതയിലേക്ക്. പാർട്ട് ടൈം ജോലികൾക്ക് സ്വദേശികൾക്ക് അനുമതി ലഭിക്കുന്നത് പ്രവാസികളുടെ സാധ്യത കുറയ്ക്കുകയാണോ? ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നോർക്ക ഡയറക്ടർ ഇസ്മായിൽ റാവുത്തർ ദുബായിൽ നിന്ന് ചേരും. ഒമാൻ ഒബ്സർവർ പത്രത്തിന്റെ സീനിയർ ലേഖകൻ കബീർ യൂസുഫ് മസ്കത്തിൽ നിന്നും. അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജന്റ് സംസ്ഥാന പ്രസിഡന്റ് KV മുരളീധരൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുമുണ്ട്. ആദ്യം കബീർ യൂസുഫിലേക്ക്. കബീർ, ഇപ്പോൾ ഉണ്ടായ തീരുമാനം യഥാർത്ഥത്തിൽ പ്രവാസികൾക്ക് ദോഷകരമായല്ലേ ബാധിക്കുക? കബീർ, കേൾക്കാമെങ്കിൽ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇതൊരു മിനിസ്റ്റീരിയൽ ഡിസിഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു മിനിസ്റ്റീരിയൽ ഡിസിഷനാണ്. ഹിസ് എക്സലൻസി. ഹലോ, പറഞ്ഞോളൂ കബീർ, കേൾക്കാം. ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ അൽ ബക്രി, ഇവിടുത്തെ അഭിവന്യ മിനിസ്റ്റർ ഓഫ് മാൻ പവർ ആണ് ഇത് നിയമം ഇന്നലെ അനൗൺസ് ചെയ്തത്. ഇതനുസരിച്ച് മുമ്പ് പറഞ്ഞതുപോലെ 15ഓളം സെക്ടേഴ്സിലാണ് ഇത് ബാധിക്കുന്നത് പ്രധാനമായും. അത് മെജോറിലി എക്സ്പാട്രിയേറ്റ്സ് ആണ് അതിൽ മിക്കവാറും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തീർച്ചയായും മറ്റൊരു ഒമാനൈസേഷൻ സ്ട്രാറ്റജിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ അടുത്ത കാലത്താണ് ഒമാനിൽ കഴിഞ്ഞ വർഷം ഹിസ് മാജസ്റ്റി അനൗൺസ് ചെയ്തിരുന്നു. ഹിസ് മാജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ്, ഇവിടുത്തെ റൂളർ, അനൗൺസ് ചെയ്തിരുന്നത് 50,000 ഒമാനി ലോക്കൽ വർക്ക് ഫോഴ്സിനെ പ്രൈവറ്റ് സെക്ടറിൽ എടുക്കണമെന്ന് അനൗൺസ് ചെയ്തിരുന്നു. അതനുസരിച്ച് എല്ലാ വലിയ വലിയ കമ്പനികളും എക്സ്പാട്രിയേറ്റ്സ് ആർ മേജർലി വർക്കിംഗ്, അവരൊക്കെ അങ്ങനെ അതിന് ഫോളോ ചെയ്ത് വന്നിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് ഒമാനികൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ 325 റിയാൽ മിനിമം സാലറി കൊടുത്തിരിക്കണം എന്നാണ്. അത് മുമ്പുണ്ടായിരുന്നത് 125, പിന്നെ അതിൽ നിന്ന് കൂടി 150, 200, അങ്ങനെ ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് 325 ഇതിനെക്കുറിച്ച് സ്വകാര്യ സംരംഭകർ ഓൾറെഡി കംപ്ലൈൻസ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം 325 റിയാൽ കൊടുത്തിട്ട് ഒമാനികളെ ജോലിക്ക് വെക്കുന്നതിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ മിനിസ്ട്രി അറിയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അവർ. അതിനും പുറമെ മറ്റൊരു ബ്ലോ എന്ന് പറയാവുന്നത് ഈ അടുത്ത കാലത്ത് ഫാമിലി സ്റ്റാറ്റസ്, ഒരു എക്സ്പാട്രിയേറ്റ് വർക്കറിന് ഇവിടുത്തെ ഒമാനിലെ സ്ഥിതി നമുക്കറിയാം. 27-28 ലക്ഷത്തോളമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. അതിൽ 8 ലക്ഷത്തോളമാണ് ഇന്ത്യൻസ് ഉള്ളത്. അതിൽ തന്നെ പകുതിയാണ് മലയാളികൾ ഇവിടെ ഒമാനിലുള്ളത്. ഹലോ, പറഞ്ഞോളൂ കബീർ.
അവരിൽ ഫാമിലിയെ സ്പോൺസർ ചെയ്യണമെങ്കിൽ മിനിമം 600 റിയാൽ സാലറി ഉണ്ടായിരിക്കണം എന്നാണ്. ഇത് വലിയൊരു കനത്തൊരു അടി തന്നെയാണ് പ്രവാസികളുടെ ഗൾഫ് സ്വപ്നങ്ങൾക്ക്. കാരണം ഇതുവരെ 300 റിയാൽ 325 റിയാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയെ സ്പോൺസർ ചെയ്യായിരുന്നു. അതേസമയം ഇപ്പോൾ 600 റിയാൽ എന്ന് പറയുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് യുവാക്കളാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങി ബിരുദവുമായി പുറത്തിറങ്ങുന്നത്. ഇവരെയൊക്കെ ഇവിടുത്തെ സൊസൈറ്റിയിൽ അക്കോമഡേറ്റ് ചെയ്യുക, ഇവർക്ക് ഇവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കൊടുക്കുക എന്നത് തീർച്ചയായും ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ബാധ്യത തന്നെയാണ്. അത് മാത്രമല്ല, വിദേശങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന ഒമാനി ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും കണക്കെടുക്കാൻ 5000-ഓളം വരുമെന്നാണ് കഴിഞ്ഞ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സിൽ മിനിസ്ട്രി അനൗൺസ് ചെയ്തത്. അപ്പൊ ഇവരെയൊക്കെ അക്കോമഡേറ്റിന്റെ ഭാഗമായിട്ടാണ് ലേബർ സെക്ടർ സ്ട്രീം ലൈൻ ചെയ്യുന്നത് മിനിസ്ട്രി. അതുകൊണ്ട് നമുക്ക് എന്നിരുന്നാലും എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എല്ലാവർക്കും പ്രവാസ ഭൂമി എന്ന് പറയുന്നത് ശാശ്വത ഭൂമിയൊന്നുമല്ല, നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. സോ മാനസികമായി എല്ലാവരും തയ്യാറെടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്. കബീർ, തിരികെ താങ്കളിലേക്ക്. ഇസ്മായിൽ റാവുത്തർ, യഥാർത്ഥത്തിൽ മുമ്പ് കബീർ യൂസുഫ് സൂചിപ്പിച്ചത് തന്നെയാണ് യാഥാർത്ഥ്യമാവുന്നത്. ഒരു നാൾ മടങ്ങേണ്ടി വരുമോ പ്രവാസികൾക്ക്? നമ്മളിതിൽ കാണേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും അറബ് ലോകത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന ഇതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ മാധ്യമം പത്രത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 55 ദശലക്ഷം ആൾക്കാരാണ് തൊഴിലില്ലാതായിട്ട് 2030 അറബ് ലോകത്ത് വരാൻ പോകുന്നത്. ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മനുഷ്യ വിഭവം പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മനുഷ്യശേഷിയെ ഉൽപാദന ശേഷിയുള്ള വിഭവമാക്കി മാറ്റിയെങ്കിൽ മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്കും രാജ്യത്തിനും വികസനം നേടാൻ കഴിയുന്നത്. ഇവിടെ പാർട്ട് ടൈം ജോലിയുടെ ഗുണദോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാർട്ട് ടൈം ജോലിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്ന്, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഇത് സഹായകരമാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മനുഷ്യ വിഭവശേഷിയെ പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും സംജാതമാകും. പക്ഷെ ഇതിന്റെ ദോഷവശങ്ങൾ എന്ന് പറയുന്നത് ഇതിന് ജോലി സ്ഥിരതയില്ല, അതുപോലെ തന്നെ തൊഴിൽ ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും പാർട്ട് ടൈം ജോബ് വഴി കിട്ടാൻ സാധ്യത കുറവാണ്. അതോടൊപ്പം തന്നെ ജോലിയില്ലെങ്കിൽ വേതനമില്ല. ആകെ തൊഴിൽ വിപണി അസ്ഥിരമാകുന്ന ഒരു സാഹചര്യവും കൂടി സംജാതമാകും. അപ്പൊ ഈ തരത്തില് പാർട്ട് ടൈം ജോലിക്ക് ഗവൺമെന്റുകൾ അവസരം കൊടുക്കുമ്പോൾ ആ രാജ്യത്തിന്റെ വികസനത്തിന് ഗുണകരമാകാൻ വേണ്ടിയും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളമാണ് ബാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട വേറൊരു വശവും കൂടിയുണ്ട്. പ്രധാനമായിട്ടും ഖത്തർ അതുപോലെ തന്നെ ഒമാൻ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ മേഖലയിൽ അനുഭവസമ്പന്നരായിട്ടുള്ള തൊഴിലാളികളെ ലക്ഷക്കണക്കിന് ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇപ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഈ അടുത്ത കാലത്ത് QNB റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2.5 ലക്ഷം വിദേശ തൊഴിലാളികൾ വേണമെന്നുള്ളതാണ് ഖത്തറിനെ സംബന്ധിച്ച്. 2022 നടക്കാൻ പോകുന്ന ഫിഫ ലോകകപ്പിന്റെ അനുബന്ധമായിട്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അടുത്ത 2 വർഷത്തിനുള്ളിൽ 2,40,000-ഓളം വിദേശ തൊഴിലാളികളെ ഖത്തറിന് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഒമാനിൽ അടിസ്ഥാന വികസന മേഖലകളിൽ വളരെയധികം ജോലി സാധ്യതകൾ ആവശ്യമായി വരുന്ന ഒരു സമയമാണിത്. അതോടൊപ്പം തന്നെ മറ്റ് GCC രാജ്യങ്ങളിൽ ഇതേപോലെ തന്നെയുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടുവരികയാണ്. പാർട്ട് ടൈം ജോലിയുമായി ബന്ധപ്പെട്ടു വരുന്ന ജോലികളിൽ നമുക്ക് തിരിച്ചടി നേടുമ്പോൾ നമ്മുടെ അനുഭവ സമ്പത്തുള്ള സ്കിൽഡ് ആയിട്ടുള്ള നിരവധി ആൾക്കാർ ഇപ്പോ സൗദിയിൽ നിന്നും അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്നും തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ ആൾക്കാരെ നമുക്ക് ഈ മേഖലകളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്.
മറ്റു മേഖലകളിലെ വികസനങ്ങൾ, ഇപ്പൊ ടൂറിസം മേഖലയില്, വാണിജ്യ മേഖലയിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുണ്ടാകാവുന്ന പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ നോർക്ക റൂട്ട്സും പുനരധിവാസ പദ്ധതി, സമഗ്രമായിട്ടുള്ള പുനരധിവാസ പദ്ധതി തയ്യാറാക്കി അത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓർഡർ വന്നു കഴിഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അനുഭവ സമ്പത്തുള്ള, പരിചയമുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ അവിടുത്തെ സാധ്യതകൾ കണ്ടുകൊണ്ട് അവിടെ അവരെ ജോലി ലഭ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. റൈറ്റ് തിരികെ താങ്കളിലേക്ക് ശ്രീ റാവുത്തർ, മുരളീധരൻ, ഇപ്പോൾ ഇസ്മായിൽ റാവുത്തർ ചൂണ്ടിക്കാട്ടിയതുപോലെ സൗദിയിൽ നിന്നും കുവൈത്തിൽ നിന്നും വൻതോതിൽ ആളുകൾ മടങ്ങിയെത്തിയിട്ടുണ്ട്, ചിലർക്ക് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് GCC രാജ്യങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ച ഒമാൻ, ഖത്തർ പോലുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം ഉണ്ട് പ്രവാസികളുടെ ഒഴുക്ക് ഈ രാജ്യങ്ങളിലേക്ക്? ഇപ്പോൾ സാധാരണഗതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ സ്കിൽഡ്, സെമി സ്കിൽഡ് ജോലി ചെയ്യാനായിട്ട് വേണ്ടപ്പെട്ട തൊഴിലാളികളെ ലഭിക്കാത്ത ഒരവസ്ഥയുണ്ട്. ഇവിടെ റിക്രൂട്ട്മെൻറ്റിന് വരുന്ന പല തൊഴിൽ ഉടമകൾക്കും വേണ്ടപ്പെട്ട രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാനില്ല. ഇതിന് പരിഹാരമായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്കിൽഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻകൈയെടുക്കണം. പ്രത്യേകിച്ച് മലയാളികളായ 2 കേന്ദ്രമന്ത്രിമാർ, ഒന്ന് പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയും മറ്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അവർ തൊഴിൽ രംഗത്ത്, ഗൾഫ് രാജ്യങ്ങളിലുള്ള തൊഴിൽ രംഗത്തുള്ള ജോലി സ്ഥിരത ഉറപ്പാക്കുന്നതോടൊപ്പം അവിടെ തൊഴിൽ ചെയ്യുന്നവർക്ക് മാന്യമായ ശമ്പളം, മാന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഈ ഗവൺമെൻറ്റുകളുടെ ഭരണാധികാരികളുമായി ചർച്ച നടത്തി വേണ്ട പരിഹാരം ഉണ്ടാക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നത്, കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിൽ, വിവിധ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെയധികം ശക്തമാണ്. ഒരു 10 കൊല്ലം മുമ്പ് നേരെ മറിച്ചായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുൽത്താനറ്റ് ഓഫ് ഒമാൻ മാത്രമാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി ലെവലിൽ നമുക്ക് വിസിറ്റിങ്ങും മറ്റുള്ള ബന്ധങ്ങൾ, അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നുള്ളൂ. ഇന്ന് സൗദി അറേബ്യ തുടങ്ങി ഇന്ത്യക്കാരുള്ള എല്ലാ രാജ്യങ്ങളും, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ നല്ല ശക്തമായ ബന്ധം നിലനിൽക്കുമ്പോൾ അവിടുത്തെ പ്രവാസികളുടെ, ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യങ്ങൾ, അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ മലയാളികളായ ഞാൻ ചോദിച്ചത് സൗദി അറേബ്യയിൽ നിന്നും കുവൈത്തിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തുന്നതിൻ്റെ അനുപാതത്തിൽ തന്നെ ഖത്തർ, ഒമാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് പ്രവാസികളുടെ ഒഴുക്ക് വർദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏറെക്കുറെ ആളുകൾ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് രംഗത്ത് ഇപ്പോൾ സജീവമാണ്. ഇവിടെ തൊഴിലന്വേഷകർക്ക് വേണ്ടപ്പെട്ട അവസരങ്ങളുണ്ട്. ഈ സൗദിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മടങ്ങി വന്നവർക്കുള്ള ഒരു പ്രശ്നം, അവരിൽ പലരും സ്കിൽഡ് ജോലിക്കാർ, സ്കിൽഡ് ആയിട്ടുള്ള അനുഭവ സമ്പത്തുള്ളവരാണോ എന്ന് സംശയമുണ്ട്. അവിടെ ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഖത്തറിലും ഒമാനിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ജീവനക്കാരെയാണ്, തൊഴിലാളികളെയാണ് ആവശ്യമുള്ളത്. അതിന് അത്തരത്തിലുള്ള ട്രെയിൻ ചെയ്ത ആളുകളെ ആണ് നമ്മൾക്ക് ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇസ്മായിൽ റാവുത്തർ, ഇവിടെ മുരളീധരൻ സൂചിപ്പിക്കുന്നത് സ്കിൽഡ് ലേബേഴ്സിനുള്ള തൊഴിൽ വിപണി ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ആ അർത്ഥത്തിൽ കേരളത്തിൽ നിന്നെങ്കിലും അത്തരത്തിലുള്ള സ്കിൽഡ് ലേബേഴ്സിന്റെ, വിദഗ്ധ തൊഴിലാളികളുടെ ഒരു ഒഴുക്ക് ഈ രാജ്യങ്ങളിലേക്കുണ്ടോ? അത്തരം കണക്ക് വല്ലതും നോർക്കയുടെ കൈവശമുണ്ടോ? തീർച്ചയായിട്ടും ഈ സൗദിയിൽ നിന്നും അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവരുടെ വിവരം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് മാസങ്ങളോളം നോർക്ക റൂട്ട്സിന്റെ പ്രതിനിധികള് കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. നിരവധി പേരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്.